വെളുപ്പിന് 5 മണിക്ക് എണ്ണീറ്റ് അടിച്ചു വെച്ച വെള്ളയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. 9 മണിയായപ്പോഴാണ് പൊങ്ങിയത്. എൻ്റെ മക്കൾക്ക് ഞാനൊന്ന് ദോശയാണെന്ന് ഉണ്ടാക്കി കൊടുത്തത്. കുറച്ച് ദോശ ഉണ്ടായതും ഗ്രീൻ പീസും കറി കൂട്ടിയിട്ടാണ് കൊടുത്തത്. വലിയ കാര്യത്തിന് വെള്ളയപ്പം എന്നൊക്കെ പറഞ്ഞ് എണ്ണീറ്റ് വന്നതാണ് കേട്ടോ. പക്ഷേ ഈ മാവ് നമ്മൾ പറ്റിച്ചെന്നേ. അപ്പോൾ പറ്റിച്ച മാവ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് അപ്പമൊക്കെ എടുക്കാം. ഇത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പുളിച്ചു പോകും. അപ്പോൾ ഞാൻ എന്താ കിണ്ണത്തപ്പം ആക്കിയിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി വാഴപ്പഴവും കൂടി ഇങ്ങനെ അരിഞ്ഞിട്ടപ്പോഴേക്കും ഒരു മണത്തിൻ്റെ കുറവ്. ആ മണം എന്താണെന്നോ, നമ്മൾ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചിടാൻ മറന്നുപോയി. അപ്പോൾ അതങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കുള്ളതായിട്ടുണ്ട്. പിന്നെ ഏട്ടൻ പിള്ളേരെ ആക്കിയിട്ട് വരുന്ന നേരമായപ്പോഴത്തേനും മാവൊക്കെ കറക്റ്റായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഏട്ടനും ഒന്ന് വെള്ളയപ്പമാണ് കഴിക്കണത്. ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അപ്പോൾ അങ്ങനെ ഓരോന്നാക്കി എടുക്കുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറച്ച് മാവ് ഞാൻ മാറ്റി വയ്ക്കും പിള്ളേർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ആ നേരത്തൊരു കൊതുക്. നമ്മൾ ഈ ചൂടൻ പണിയൊക്കെ എടുത്തിരിക്കുന്ന നേരത്തായിരിക്കും ഈ വക കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ബൂസ്റ്റ് ഇട്ട് ഓരോ ഗ്ലാസ് പാലും രാവിലെ തന്നെ വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും.